നമസ്കാരം, ഞാൻ AK ആൻഡ് വെൽക്കം ടു AK's ബുക്ക് ക്ലബ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന പുസ്തകം കേരളത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായ ബുക്സിലൊന്നാണ്. ഇറ്റ് ഇസ് നൺ അനദർ ദാൻ മൈ സ്റ്റോറി ബൈ കമല ദാസ്. ഈ പുസ്തകത്തിന്റെ വായനക്കാരെ രണ്ട് കാറ്റഗറീസ് വേണമെങ്കിൽ നമുക്ക് വേർതിരിക്കാം. ഒന്ന്, പീപ്പിൾ ഹു ലവ് ദിസ് ബുക്ക്, ആൻഡ് രണ്ട്, പീപ്പിൾ ഹു ലവ് ടു ഹേറ്റ് ദിസ് ബുക്ക്. I belong to the first category. നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ which category do you belong to? Let me know in the comment section. And I would like to know why. And of course, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ ഒരു ഫാൻ ആവാൻ കാരണം. അതിന് ഈ വീഡിയോ മുഴുവനും കാണണം. So without any further ado, I'll give you 3 reasons why I loved my story by Kamala Das and will probably love it forever. ഈ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയ 3 പാഠങ്ങൾ അത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ദ വീഡിയോ. ലെസൺ നമ്പർ 1, ഗേൾസ് ആൻഡ് വിമൻ ആർ നോട്ട് ഒബ്ജക്ട്സ് ഓഫ് പ്ലഷർ. ശ്രീമതി കമല ദാസിന്റെ ഫിയർലെസ് ആൻഡ് സത്യസന്ധമായ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ ഇല്ലായിരുന്നെങ്കിൽ സ്ത്രീകൾ എന്ന് അനുഭവിച്ചുകൊണ്ടിരുന്ന അടിച്ചമർത്തലിനെ പറ്റി ഇത്രയും ആഴത്തിൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ലായിരുന്നു. പെണ്ണായി ജനിച്ചോ അപ്പമൂല്യ റെസ്ട്രിക്ഷൻസ് ആണ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ ആ റെസ്ട്രിക്ഷൻ നമ്മൾ അങ്ങ് ഇന്റർണലൈസ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് പ്രിസൈസ്ലി വാട്ട് വി ക്യാൻ സീ ഇൻ ദ ലൈഫ് ഓഫ് കമല ദാസ് ഓൾസോ. പെൺപിള്ളേർ ചെറിയ പ്രായം മുതലേ നല്ലപോലെ കളിച്ച് വളരേണ്ട പ്രായത്തിൽ തന്നെ നീ ഇത്രയും ചെയ്താൽ മതി, നീ അധികം സംസാരിക്കേണ്ട, ചിന്തിക്കേണ്ട, പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ അവര് കുറ്റം പറയും, അവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, അച്ഛനെന്ത് പറയും, മാമനെന്ത് പറയും, എല്ലാ രീതിയിലും റെസ്ട്രിക്ഷൻസ്. ഈ പുസ്തകം ഇന്നും ഇത്രയും റിലവന്റ് ആകാൻ കാരണം ഇന്നും നമ്മുടെ ലോകം ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് there will be men and women who support the system of patriarchy. ഉസുരുള്ള ആൺകുട്ടികള് 3-4 കെട്ടിയെന്നിരിക്കും. കെട്ടിയോളം നോക്കാനുള്ള ബമ്പും മീറും വേണം. അത്രേ ഭേദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നമ്മള് എത്ര കെട്ടിയാലും ഈ ആണ് നമ്മൾ ആദ്യത്തെ വീടര്. ഈ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞമ്മക്കാരും. അനക്കിവിടെ എന്താണൊരു കുറവ്? അരിയില്ലേ, തേങ്ങയില്ലേ, പയ്യന്റെ നെയ്യില്ലേ? തോന്നുമ്പോ ബിരിയാണിയോ നെയ്ച്ചോറോ എന്താ വേണ്ടേന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാനാ. അപ്പർ ക്ലാസ്സിൽ ജനിച്ചാലോ ലോവർ ക്ലാസ്സിൽ ജനിച്ചാലോ പെണ്ണായി ജനിച്ച് വീഴുന്ന സമയം മുതൽ സമൂഹം പറഞ്ഞു തരുന്ന ഒരു ഫ്രെയിം വർക്കിൽ വേണം നിങ്ങൾ വളരാൻ. അതിനകത്ത് മാത്രം നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ എന്നൊരു പ്രവണത, എന്നൊരു പ്രാക്ടീസ് അത് സജീവമായിരുന്നു. ടു ദ പോയിന്റ് വേർ ഈവൻ വിമൻ സ്റ്റാർട്ടഡ് ട്രെയിനിങ് ഓർ ഗ്രൂമിങ് അതർ ഗേൾസ് ആൻഡ് വിമൻ ടു ഡു ദാറ്റ്. അത്രയും പരിതാപകരമായ അവസ്ഥയാണ് അന്ന്. മോളെ, ഞങ്ങള് മുഹൂർത്തം നോക്കാൻ പരപ്പനങ്ങാടിയിൽ പോയിന്. ചിങ്ങം 12 ഉത്തമ മുഹൂർത്തം ഉണ്ടെന്നാ പണിക്കര് പറഞ്ഞ്. അമ്മേനോട് ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന്. സ്കോളർഷിപ്പ് കിട്ടിയ ഞാൻ US പോവാൻ വേണ്ടി നിക്കല്ലേ. അതിന് കല്യാണല്ലല്ല, കല്യാണം ഉറപ്പിക്കാനുള്ള മുഹൂർത്തം നോക്കാനല്ലേ പോയിന്. എപ്പാലും നടക്കേണ്ട കാര്യല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇനി ലേറ്റ് ആക്കണ്ട തീരുമാനിച്ചു. മോതിരമാറ്റം കഴിഞ്ഞ് നീ US എവിടെയാന്ന് വെച്ചാ പോയിക്കോ. പഠിത്തം കഴിഞ്ഞിട്ട് മതിയല്ല മംഗലം. വീട്ടുജോലികൾ മാത്രം ചെയ്യാനും പിന്നെ ലൈംഗിക വസ്തുവായി മാത്രം ഉപയോഗിക്കപ്പെടാനും ഉള്ളത് അല്ല ഒരു സ്ത്രീയുടെ ജന്മം. അവൾക്കും ഉണ്ട് ആഗ്രഹങ്ങൾ, അവൾക്കും ഉണ്ട് സ്വപ്നങ്ങൾ. വെറും ഒരു മനുഷ്യനാണ് അവളും എന്നും ഈ പുസ്തകം അന്നത്തെ സമൂഹത്തിനെ മനസ്സിലാക്കി കൊടുത്തു, അല്ലെ അറ്റ്ലീസ്റ്റ് ശ്രമിച്ചു. എത്ര പേരെ സ്വീകരിച്ചു എന്നുള്ളത് അറിയത്തില്ല. ബട്ട് ദിസ് വാസ് വൺ ഓഫ് ദ പ്രൈമറി ലെസൺസ് ഓഫ് ദിസ് ബുക്ക്. ഈ പുസ്തകത്തിലെ രണ്ടാമത്തെ പാഠം സ്വാർത്ഥതയെ പറ്റിയാണ്. ദാറ്റ് സ്വാർത്ഥത സ്വന്തം അച്ഛനാന്ന് പറഞ്ഞാലും സ്വാർത്ഥത കാണിക്കാൻ ആൾക്കാർ മടിക്കത്തില്ല. കമലാദാസിന്റെ അച്ഛന്റെ സ്വാർത്ഥത കാരണം കമലാദാസിന്റെ കല്യാണം 15-ാം വയസ്സിലാണ് നടക്കുന്നത്. ആൻഡ് ദാറ്റ് ടു എ മാൻ ഹൂ സം 20-something years older than her. പെൺപിള്ളേരെ ഒരു ഭാരമായി കണ്ട് പെട്ടെന്ന് കെട്ടിച്ചു വിടുക, പെട്ടെന്ന് ഭാരം ഒഴിച്ചു വെക്കുക ആരുടെയും തലയുടെ പുറത്ത് എന്ന് വിചാരിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. എത്ര നല്ലതും ഉണ്ടായാലും എത്ര പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ദീസ് തിങ്സ് ആർ സ്റ്റിൽ ഹാപ്പനിങ്. അവരുടെ ഭർത്താവ് സ്വാർത്ഥനായിരുന്നു അയാളുടെ രീതിയിൽ. ആർദ്രമായ സ്നേഹമാണ് പുള്ളിക്കാരി ആഗ്രഹിച്ചിരുന്നത്. കാരണം കല്യാണം കഴിച്ചതും ചെറിയ പ്രായത്തിൽ, ഒരു 15 വയസ്സിൽ. പക്ഷെ അവരുടെ ഭർത്താവ് അത് കൊടുക്കാൻ പറ്റിയില്ല. ഹി വാസ് മോർ ലൈക്ക് എ വെരി ലസ്റ്റ്ഫുൾ മാൻ. ബോഡിലി പ്ലെഷേഴ്സ്, പിന്നെ റഫ് ഹാൻഡ്ലിംഗ്, അതൊക്കെയാണ് പുള്ളിക്കാരൻ അറിയാവുന്നത്. ആൻഡ് ഹി നെവർ മേഡ് an attempt to understand her and her emotional needs. അവിടെയാണ് അവരുടെ ദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ഏറ്റവും വലിയ ഒരു ലാക്ക്, അവർ ഏറ്റവും
ആഗ്രഹിച്ചതും ഒരു ടെൻഡറായ, ഒരു ആർദ്രമായ സ്നേഹമാണ്. അത് അവർക്ക് കിട്ടിയില്ല. നിന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന സ്നേഹസമ്പന്നനായ ഭർത്താവായിരിക്കും ഞാൻ. ഇല്ലെന്നോ? ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം വായിച്ചോക്ക്. വിവാഹം കഴിഞ്ഞാലുടൻ 2 ആഴ്ചത്തെ ഹണിമൂൺ ഊട്ടിയിലേക്ക്. മതി മതി. അതെ, ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരുന്നപ്പോ അങ്ങനെ എഴുതി പോയതായിരിക്കും. ഇതെന്തോന്ന്? എല്ലാം സേതോട്ട് എനിക്ക് അയച്ച കത്തുകളാ. അതിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന എന്തിനാ? അപ്പൊ ഞാൻ സേതോട്ടിന് അയച്ച കത്തുകളൊക്കെ കീറി കളഞ്ഞു? ഇല്ല, അതിവിടുത്തെ പശു തിന്ന് കളഞ്ഞു. അയ്യോ. ഈ പുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയ 3ാമത്തെ പാഠമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അറ്റ്ലീസ്റ്റ് വാട്ട് ഐ ക്യാൻ ടേക്ക് അവേ ഫ്രം ദിസ് ബുക്ക്, വിച്ച് ഈസ് നമ്മുടെ സർഗാത്മകമായ കഴിവുകളെ ഒരിക്കലും അടിച്ചമർത്തരുത്. അതിനെ വെളിയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ഔട്ട്ലെറ്റ് കണ്ടുപിടിക്കണം. ജീവിതത്തിനേക്കാളും കൂടുതൽ പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടം എഴുതുന്നതായിരുന്നു. ആൻഡ് സീ വാട്ട് ഹാപ്പൻഡ്. എഴുതി എഴുതി ഷീ ക്രിയേറ്റഡ് സംതിങ് ദാറ്റ് വിൽ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. And that will go on to inspire people to at least make one change in their life. Not everyone will be touched by the book, because എല്ലാ പുസ്തകങ്ങളും എല്ലാ സിനിമകളും എല്ലാവർക്കും ഉള്ളതല്ല. But at least one person if a difference is made, that is a big difference. ജീവിതത്തിൽ പല അവഗണനകളും പല വേദനകളും മാനസികമായ സംഘർഷങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്നപ്പോഴും എഴുത്തായിരുന്നു പുള്ളിക്കാരിക്ക് ഏറ്റവും സമാധാനം നൽകിക്കൊണ്ടിരുന്നത്. എഴുതുന്നതും വായിക്കുന്നതും പെയിന്റ് ചെയ്യുന്നതും എല്ലാം പുള്ളിക്കാരിക്ക് ഒരു സമാധാനം, ഒരു പ്രത്യേക രീതിയിൽ ഒരു സന്തോഷമാണ് കൊടുത്തത്. ക്രിയേറ്റീവായ വ്യക്തിയും ഫിയർലെസ് ആയിരിക്കണം എന്ന് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം പോരാ. വി ഷുഡ് നോട്ട് ഗിവ് 2 hoots about what others will think when we are creating something. നമുക്ക് അറിയാവുന്ന ഒരു സത്യമുണ്ടെങ്കിൽ അത് വെളിയിൽ കൊണ്ടുവരുമ്പോൾ മറ്റുള്ളവരെന്ന് ചിന്തിക്കും, നമ്മളെ അവർ നശിപ്പിക്കുമോ, നമ്മളെ കുറിച്ച് അവര് ആക്ഷേപം പറയുമോ എന്നൊക്കെ പേടിച്ച് നമ്മളൊരു സൃഷ്ടി നമ്മൾ ഒതുക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ സത്യം, അതിന്റെ എൻറ്റയറിറ്റിയിൽ അത് വെളിയിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇറ്റ്സ് ലെസ് ദാൻ വാട്ട് യു കുഡ് ഹാവ് ആക്ച്വലി ക്രിയേറ്റഡ്. കമലാദാസിന്റെ പുസ്തകം മൈ സ്റ്റോറി ഇസ് സ്റ്റിൽ ഹോൾഡ്സ് ട്രൂ ഈവൻ ടുഡേ, 25 to 26 years after it was published, because it is truthful. ഏറ്റവും സത്യസന്ധമായ സൃഷ്ടികളിൽ ഒന്നാണത്. അന്ന് അനുഭവിച്ച സ്ത്രീകളുടെ മാനസികാവസ്ഥ, സ്ത്രീകളെ ദ്രോഹിക്കുന്ന സ്ത്രീകളുടെ മാനസികാവസ്ഥ, സ്ത്രീകളെ ദ്രോഹിക്കുന്ന സമൂഹത്തിലെ സ്വാർത്ഥത, ഹിപ്പോക്രസീസ്, അവരുടെ എഴുത്തിലൂടെ നമുക്ക് മനുഷ്യന്റെ വികൃത സ്വഭാവങ്ങൾ, ഭോഷത്തരങ്ങൾ, അല്പത്തരങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാകും. When it came to being honest, she literally had no fucks to give. പുള്ളിക്കാരിയെ തന്നെ കുറ്റം പറയുന്ന നിമിഷങ്ങളുണ്ട് ഈ പുസ്തകത്തിൽ. She believed that ഈ ലോകത്തിൽ സത്യത്തെക്കാളും പ്രാധാന്യവും അതുപോലെ തന്നെ കൗതുകവുമുള്ള ഒരു വസ്തു ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു മാറ്റം വന്നു ചേരണമെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിനെ കുറിച്ച് അതിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ യാഥാർത്ഥ്യം വെളി വരണം. എന്നാൽ മാത്രമേ അത് നല്ലൊരു വിഷയം അല്ലെങ്കിൽ നല്ലൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ അത് നാളെ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ. വായനക്കാരൻ്റെ ഉള്ളിലുള്ള ഒരു വോയറിസം എന്ന് പറയത്തില്ലേ, മറ്റുള്ളവരുടെ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് ആയ മാറ്റേഴ്സ് കാണാനും അത് അറിയാനും ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടം, ആ ഒരു നേച്ചറിനെ ഈ ബുക്ക് കുറച്ച് എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇൻ എ വേ ഇറ്റ്സ് എ പാരഡോക്സ് ഓഫ് എ ബുക്ക്. ഈ ബുക്ക് വളരെ സത്യസന്ധമായും പച്ചയ്ക്കും എഴുതിയിട്ടുണ്ട് പല കാര്യങ്ങളും. പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറെ ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഈ പുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇപ്പോഴും 25 വർഷം കഴിഞ്ഞിട്ട് പോലും ഈ പുസ്തകത്തിന് ഇന്നും ആരാധകർ ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് പ്രോബ്ലി വെൻ യു മേഡ് ഇറ്റ് ആസ് എ റൈറ്റർ ഓർ ആസ് എ ക്രിയേറ്റീവ് പേഴ്സൺ, വെൻ യു വർക്ക് ലിവ്സ് ഓൺ ഈവൻ വെൻ യു ആർ ഇൻ ദെയർ എനിമോർ, ഫിസിക്കലി അറ്റ്ലീസ്റ്റ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊക്കെ നിലനിൽപ്പിന് സാങ്കല്പികമായ ഒരു ജീവിതം വേണം. അതുകൊണ്ടാണ് നാം നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുടെ മാധുര്യം നശിക്കും, ഭർത്താവിനോട് കൂടി കലഹിക്കാൻ തുടങ്ങും. കാരണം അത്ര ഒരു തരിശു ഭൂമിയായി തീരും ജീവിതം. അതുകൊണ്ട് എപ്പോഴും ഇമാജിനറി ജീവിതങ്ങൾ നയിക്കണം. ഒരു നദി ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പാരലായിട്ട് വേറെ ഒരു നദി പോലെയാണ് സാങ്കല്പിക ജീവിതം, യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കല്പിക ജീവിതത്തിന് ശക്തി കൊടുക്കുക. സാങ്കല്പിക ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ശക്തികൾ ഉപയോഗിച്ച് യഥാർത്ഥ ജീവിതം പരിപൂർണമാക്കുക. അതാണ് എഴുത്തുകാരൻ്റെയും എഴുത്തുകാരിയുടെയും കടമ. ജീവിതം അപൂർണമാണ്, അത് പൂർണ്ണമാക്കുന്നത് നമ്മുടെ സാഹിത്യമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നത്. അറിയില്ല. ഈ അനാലിസിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും.
പിന്നെ എനിക്ക് ഇനിയും പുസ്തകങ്ങൾ വായിക്കാൻ അതൊരു പ്രചോദനവുമാവും. അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്, കീപ് റീഡിംഗ് ആൻഡ് ബൈ.